ഹലോ ഗൈസ്, നമ്മളങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഗോവൻ ട്രിപ്പ് ഇവിടെ ഓണാക്കിയിരിക്കുകയാണ്. ഓഫീസിൽ നിന്ന് അങ്ങനെ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുത്തരിവിടെ ഇറങ്ങി വന്നേക്കുന്നത്. അപ്പൊ നമ്മള് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോവ. അപ്പൊ നമ്മുടെ ക്യാബ് ഇപ്പൊ വരും. അപ്പൊ ക്യാബിന് വേണ്ടി നമ്മളിപ്പോ ഇവിടെ ക്രോസിലോട്ട് വന്ന് നിൽക്കാൻ പോവാ. ഓണല്ലേ എല്ലാരും. അങ്ങനെ നമ്മുടെ ക്യാബ് വന്ന് നമ്മുടെ വണ്ടി വന്ന്. എടാ ഇത് വെക്കാൻ സ്ഥലമില്ല ഇതിനകത്ത്. ഇത് മറ്റേ LPG ആണോ? LPG ആണോ? LPG അല്ലേ? നമ്മൾ ഡിസൈറാണ് പോകുന്നത്. ഞാൻ സൈഡിലാണ്. പെട്ടെന്ന് പോകാൻ പറയടാ. നീ ഒന്ന് വീഡിയോ മനു എന്താണ് നമ്മുടെ ഗോവയിൽ പോയിട്ട് ഉള്ള പ്ലാൻ? ഗോവയിലായിട്ട് ആദ്യം 2 അടിക്കണം. ഒരു സാധനം കണ്ടോ താഴെ? അല്ല, താഴത്തെ ഇവിടെ കാറിന്റെ പടം കണ്ടോ? അതിങ്ങോട്ട് അറ്റത്ത് വലിച്ചു. അങ്ങനെ അതാ കറക്റ്റ്. അങ്ങനെ നമ്മൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മുടെ ക്യാബ് പോയി. പിന്നെ ഒരു KFC എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ട്രെയിനിൽ കയറാന്ന് വിചാരിച്ചു. നിന്നെ പൊക്കൂടാ, നിന്നെ പൊക്കും. നമ്മള് 4 സിംഗർ ബർഗർ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. ട്രെയിൻ നമ്പർ 1 2 3 2 ചാർജും തീർന്ന് 2:45 ഇപ്പൊ. പാഴ്സലടിച്ചിട്ട് പോയി കഴിക്കാം അല്ലേ? പെപ്സി ഉണ്ട്, മീലും ഉണ്ടെന്ന്. എന്താ അപ്പൊ നാളെ നമ്മൾ ഗോവയിൽ പോകുന്നു. എടാ വണ്ടിയുടെ കാര്യം വിളിച്ചു ചോദിച്ചോ? എടാ വിളിക്ക്, ഇല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയിട്ട് ഭയങ്കര പാടാ. ഗൈസ്, നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയായിരുന്നു കേട്ടോ. തിരക്കാണ്ട് വീഡിയോ ഇടാൻ പറഞ്ഞു. വെളി ഇറങ്ങി വേണമെങ്കിൽ ഒരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. വെളി ഇറങ്ങി നിൽക്കുന്നത് എവിടെയായി കേട്ടോ? അരിസ്കര റെയിൽവേ സ്റ്റേഷൻ. അരിസ്കര കിട്ടോ. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? നീ ഇറങ്ങിയോ മുനു? ട്രെയിൻ പഞ്ചറായി. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നമ്മൾ ഗോവ എത്തിയിരിക്കുന്നു. ഇവിടെ ബോർഡുണ്ട്, മഡ്ഗോൺ. ക്യാബ് എടുക്കണം. ഇവിടുത്തെ ഓട്ടോ ഉണ്ടോ? ഞങ്ങൾ കാറിൽ ഓട്ടോ ഉണ്ടോ? എല്ലാം പഴയ ഓട്ടോ. നോക്ക് എവിടെ? രാവിലെ നോക്കിയപ്പോ അതെ ലോറി പോകുന്നുണ്ടോ? കുറെ ലോറികൾ ഇങ്ങനെ ഒരുമിച്ച് കയറ്റിക്കൊണ്ട്. ഞങ്ങളെ സൂങ്ങി കിട്ടത്തില്ല. എന്നാലും കാണാം ചെറുതായിട്ട്. ഇതാണ് മഡ്ഗോവൻ സ്റ്റേഷന്റെ ബാക്ക് സൈഡ്. ഓക്കെ, എടാ മഡ്ഗോവ ബോർഡ് എന്തേ കാണത്തില്ല ഇവിടെ. എടാ എങ്ങനെയുണ്ട്? ഉറക്കം അടിപൊളി പറഞ്ഞു. പിന്നെ സൂപ്പർ. ഇങ്ങനെ പോവാ. ഇനി നമുക്ക് ക്യാബ് എടുക്കണം, അല്ലെങ്കിൽ വണ്ടി അതെ ഇവിടുന്നാണ് സ്കൂട്ടർ എടുത്തത്. ഇവിടെ എന്താ ആക്റ്റീവ 5G 60 ആണ് ഗൈസ്. 60 ഇവിടുന്ന് എടുത്തത്. കൊള്ളാം. എത്ര രൂപ റെന്റ്? എത്രടാ? 500 രൂപ. 500 രൂപ. 500 രൂപ കുഴപ്പമില്ല. ഇതേ 2 എണ്ണം ഒരെണ്ണമുണ്ട് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറെ ദൂരം സ്കൂട്ടർ. എത്ര കിലോമീറ്റർ ഓടിച്ചാൽ നമ്മള് വണ്ടി? ഇപ്പൊ 1 മണിക്കൂർ ഓടിയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? നല്ല വണ്ടിയാണോ? എങ്ങനെ ഉണ്ടായിരുന്നു ജിബിനെ? നല്ല വണ്ടിയാ. പിന്നെ നമ്മള് വണ്ടി അവിടെ നമ്മള് പാർക്ക് ചെയ്ത് ഉടുപ്പി വന്ന് ഇനി ഓരോ അട്ടിക്കോപ്പി ചായ കുടിച്ചിട്ടേ ഉള്ളു ഇനി അടുത്ത പരിപാടികൾ. ഓക്കെ, എന്താ പറയാ? അപ്പൊ നമ്മള് റിസോർട്ടിലെത്തി. ഇതാണ് നമ്മുടെ റിസോർട്ട്. കാണിച്ചു തരാം നല്ലപോലെ. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇവിടാണ് നമ്മൾ റൂം എടുത്തത്. എങ്ങനെയുണ്ട് ജിബിൻ റിസോർട്ട്? സൂപ്പർ. നല്ല കിടലം പൂളുണ്ട് ഗൈസ്. കണ്ടോ? കിടലം പൂള്. അവിടെ മയിൽ നിൽക്കുന്നുണ്ടോ? ഇത്ര കാണത്തുള്ളൂ അല്ലേ? ഓക്കെ. എന്തോ എന്തിനാ ഒത്തിരി ആഴം? നമുക്ക് ബീച്ചിലടാ ആഴത്തിന്. ഇത് ജസ്റ്റ് ചില്ല് ചെയ്യാൻ. എടാ വണ്ടി ക്ലോസ് ചെയ്യടാ.
ഇതായിരുന്നു കേട്ടോ വണ്ടി. പകൽ വെളിച്ചത്തിൽ കാണിച്ചു തരാം, കുഴപ്പമില്ല. അങ്ങനെ റൂമിലെത്തി. 4 പേർക്ക് കിടക്കാനുള്ള അതിവിശാലമായ റൂം. ഓ എന്തോളാ കഥ പൊളിക്കോ. AC ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഗോവയിൽ പൂളുണ്ട്, സ്വിമ്മിങ് പൂൾ അറ്റാച്ച്ഡ് റൂമാണ് നമ്മൾ എടുത്തത്. റൂമല്ല, മയിലുണ്ട് അവിടെ പണ്ട്. ഇത് എടാ ശരിക്കും അവിടെ ഇപ്പോൾ റൂമായിട്ടുള്ള ഏരിയയില് ഒരു വലിയ എല്ലാം വീടുകളും ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇല്ലടാ. അത്യാവശ്യം കുഴപ്പമില്ല പൂള്. നമ്മൾ പൂളിൻ്റെ അവിടെ പോയി നോക്കിയാലേ. നോക്കാം, അവിടെ പോയി കുളിക്കാം ഒന്ന് ഫ്രഷ് ആയിട്ട്. അപ്പൊ നമ്മള് വന്ന് കുളിച്ച് ഫ്രഷ് ആയി. നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് ഇറങ്ങാൻ പോവാം അല്ലെ ഗൈസ്. ഗോവയിലെ ഒതന്റിക് ഫെനി ബാർ അടുത്ത അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മള് സിംബയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് സിംബയിൽ നിന്നാണ്. ഇവരെ ഓക്കെ ആണോ? പറ്റുമോ നിന്നെ കൊണ്ട്? കുടിക്കാനുള്ള കരിക്കും വെള്ളം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ജിബിൻ, താങ്കളുടെ അഭിപ്രായം? ബാറിൽ പോയി ഹിന്ദി പഠിച്ച് കൊള്ളാല്ലേ? ഉറാക്കാണോ ഇത്? അതായത് ലൈം ജ്യൂസ്. അങ്ങനെ നമ്മൾ അവിടെ പോയി നമ്മളാ നാരങ്ങ വെള്ളം ടേസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മള് ഇവിടെ അടുത്തതാണ് നമ്മളെ ജോമാസ്. നമ്മള് ജോമാസി വന്ന് ഇനി ഫുഡ് കഴിക്കുന്നു. ഫുഡില്ല ഗൈസ്. ആ റെസ്റ്റോറന്റ് അടച്ചെന്നാണ് പറയുന്നത്. വേറെ റെസ്റ്റോറന്റ് തപ്പി നമ്മൾ പോണം. ഉണ്ടോ അവിടെ കടയുണ്ടോ? എടാ അത് ഫർണിച്ചർ കടയാടാ. ഓ ഇവിടെ ഉണ്ടോ? ഫുഡ് ഉണ്ടോ? നമ്മള് ഇനിയിപ്പം കുറച്ച് വെജ് ഫുഡാണ്. നമ്മളിവിടെ ഗോവ വന്നിട്ട് നമ്മൾ വെജ് ഫുഡാണ് കഴിക്കുന്നത്. കാരണം ജിബിൻ ഒരു ശുദ്ധ ബ്രാഹ്മണനാണ്. അവനിഷ്ടപ്രിയം ചിക്കൻ ബജ്ജി. ഗൈസ് ഇത് നമ്മുടെ ടിറ്റോയുടെ ട്രീറ്റ് ആണ്. ഇന്ന് എല്ലാവർക്കും അബ്സല്യൂട്ട് വോഡ്കയാണ് നമ്മുടെ ടിറ്റോ തരുന്നത്. പക്ഷെ ഞാൻ മദ്യപിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ പൂൾ ടൈമിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എടാ ഒന്ന് കാണിച്ചു തരാം, മറ്റേ ഡൈവ് ചെയ്യടാ ഒന്ന്. ഒരു അടിയടി ആ പോടെ. പയ്യന് പയ്യ എന്ത് പറ്റിയടാ? സീനാണോ? എനിക്ക് വയ്യ ഗൈസ്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഭയങ്കര ക്ഷീണം ഗൈസ്. അങ്ങനെ നമ്മള് ഗോവൻ ഫിഷ് താലി കഴിക്കാൻ വേണ്ടി താലി കഴിക്കാൻ വേണ്ടി നമ്മൾ എവിടെ വന്ന് താലി ഭവനിലാണ്. ഇപ്പോൾ നമ്മുടെ താലിയായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മള് ഗോവൻ താളി കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഓ ഭയങ്കര കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പം എണ്ണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ബാഗാ ബീച്ച് സൈഡിലോട്ട് പോകും. അവിടെ പോയിട്ട് നല്ല പാർട്ടി ഉണ്ടോ നോക്കാം. പാർട്ടി ഇല്ലെങ്കിൽ എനിക്ക് കഫേയിൽ ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഡ്രിങ്ക്സ് മീൻസ് പെപ്സി, കോള നോക്കാം. അങ്ങനെ നമ്മൾ നൈറ്റ് ഔട്ടിനെത്തി. കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭയങ്കര സൗണ്ട് അവിടെ. നമ്മള് വന്നത് ബ്രിട്ടോസിലാണ്. ടിറ്റോസ് അല്ല, ബ്രിട്ടോസിൽ നമ്മൾ ഓരോന്ന് ചില്ല് ചെയ്തു. നമ്മൾ അടുത്ത സ്പോട്ട് വിളിക്കാൻ പോവാണ്. ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഡേ 2 ആണിത്. ഡേ 2 ഇപ്പോഴാണ് നമ്മളെല്ലാം എണ്ണീറ്റത്. നമുക്കൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയി ഇനി കുറച്ച് നല്ല ആഹാരം അല്ലേ, നല്ല ആഹാരം കഴിച്ചിട്ട് വരാം ഗൈസ്. ഫുൾ സെൻസർ ചെയ്യേണ്ടി വരും. ഇവന്മാരൊന്നും ശരിയല്ല, ആൾക്കാർ നോട്ടി ബോയ്സ് അല്ല ടിറ്റോക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ പഴയ ഒരു ഒതന്റിക് ബാറിലാണ് വന്നിരിക്കുന്നത്. കഫ്രിയൽ എന്നാണ് പേര്, കഫ്രിയൽ. ഇപ്പം പലരും ഞാൻ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നല്ല കുറച്ച് സീ ഫുഡ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. മിസ്റ്റർ ജിബിൻ വർഗീസ്
നിതിൻ അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. വളരെ സങ്കടകരമായ ഒരു യാത്രയാണ് ഇത്. ഇല്ല ജിമ്മി? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സങ്കടകരമായിരുന്നു. നമ്മള് പാർട്ടിക്ക് തീർന്നപ്പോ പാർട്ടിന്റെ കോയിൻസ് തീർന്നപ്പോ ഇനിയും അടിക്കാൻ എവിടെ സാധനം വെച്ച് ചിന്തിക്കുന്നു. സങ്കടം കൂടി